ഒരു തള്ളയുടെ വാക്കും കേട്ട് എഞ്ചിനീയറിന് വീട്ടിൽ ചായക്കട നടത്തി ജീവിക്കുന്ന തൊരപ്പനും പെരിച്ചാഴിക്കുമുണ്ടായ ക്രോസ് ബ്രീഡ് ചെറുക്കനായിരുന്നു ലൈഗർ. അവന്റെ ഡാഡി പണ്ടത്തെ വലിയ തൂറ്റിക്കൽ മച്ചാനായിരുന്നു. പക്ഷെ ലാസ്റ്റ് ടൈം തൂറ്റിക്കലിൽ അയാൾ എലിപ്പനി വന്ന് സെത്തുപോയി. അവന്റെ ഡാഡിയുടെ സ്വപ്നം പൂവണിയാൻ വേണ്ടിയാണ് അവന്റെ അമ്മയായ രാജമാത ശിവകാമിയെയും കൂട്ടി മുംബൈയിലേക്ക് കെട്ടിയെടുത്ത് ചായക്കട തുടങ്ങിയത്. സംസാരിക്കുമ്പോൾ വിക്ക് ഉണ്ടായതുകൊണ്ട് ചായ വാങ്ങാൻ വന്നവർ പിക്ക് ആസ് എന്ന് വിളിച്ചാണ് അവനെ കളിയാക്കുന്നത്. അവന്റെ ഡാഡിയുടെ അത്യാഗ്രഹത്തിന് വേണ്ടി രാജമാത ശിവകാമി ചെക്കനെയും കൂട്ടി തൂറ്റിക്കൽ മാസ്റ്റർ എടുത്ത് ട്രെയിനിങ്ങിന് വിടുന്നു. നുള്ളി പെറുക്കിയാൽ ചില്ലറ കയ്യിൽ ഉണ്ടായിരുന്ന അർജുൻ റെഡ്ഡിയെ ആദ്യം തൂറ്റിക്കൽ മാസ്റ്റർ പരിശീലിപ്പിക്കുന്നില്ല. അവന്റെ അമ്മ മാസ്റ്ററുടെ അടുത്ത് പോയി, നീ പണ്ട് എന്റെ കെട്ടിയോന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കൂട്ടിയവനല്ലേ എന്ന് പറഞ്ഞതു മാസ്റ്റർ ചെക്കനെ ഏറ്റെടുത്തു. അവനെ നേരിട്ട് ട്രെയിൻ ചെയ്യുന്നതിന് പകരം കുപ്പിയും പാട്ടിയും പെറുക്കി തൂപ്പുകാരന്റെ പണി കൊടുക്കുന്നവന് മറ്റുള്ള വെടലകൾ നാടനായ വിക്കാസ് എന്നൊക്കെ വിളിച്ച് ചെക്കനെ കളിയാക്കുന്നുണ്ടെങ്കിലും അവൻ ഇതൊക്കെ സഹിച്ചും പുറത്തും നോക്കി തൂറ്റിക്കൽ പഠിക്കുന്നു. ഈ സമയത്താണ് ഇൻസ്റ്റഗ്രാമിൽ വൈറലാകിയ പോലെ റീലിട്ട് വിരകുന്ന ഫേമസ് ആയ താനിയ എന്ന പെണ്ണ് ചെക്കന്റെ തൂറ്റിക്കൽ കണ്ട് അവനോട് ക്രഷ് അടിക്കുന്നു. എന്നിട്ട് അവനെ സ്റ്റെപ്പിനെയാക്കി വെക്കുന്നു. ക്രഷ് അടിച്ചാൽ കടപ്പുറത്ത് ഷെഡ് ഇട്ട് ഒരു സോങ് മസ്റ്റ് ആണ്. അങ്ങനെ കടപ്പുറത്ത് വെച്ച് ഷെഡ് ഇട്ട് ഡാൻസ് കളിച്ച കാര്യം അറിഞ്ഞ മാസ്റ്റർ അർജുൻ റെഡ്ഡിയുടെ അമ്മയെ കാണാൻ പോയി. നിന്റെ മോൻ നല്ല കഴിവുള്ളവനാ, പക്ഷെ കടപ്പുറത്ത് വെച്ച് ഷെഡ് ഇട്ട് ഡാൻസ് കളിച്ചതും സിഗ്മ അല്ലാത്ത കാര്യവും മാസ്റ്റർ അമ്മയോട് പറയുന്നു. അവൻ അവന്റെ ഡാഡിയെ പോലെ ആവണമെങ്കിൽ സിഗ്മ ആവണമെന്ന് പറഞ്ഞ് മാസ്റ്റർ പോയി. അതോടെ മമ്മീസ് മോനൂസിനെ അമ്മ വഴക്കു പറയുന്നു. എന്നാൽ അപ്പോഴാണ് ചിക്കിന്റെ ഏട്ടൻ അവരുടെ ദിവ്യപ്രേമം പിടിക്കുന്നത്. അർജുൻ റെഡ്ഡിയുടെ ട്രൂ ലവ് ആണെങ്കിൽ അവളോട് ഐ ലവ് യു എന്ന് വിക്കില്ലാതെ പറയാൻ പറഞ്ഞു. ബട്ട് റെഡ്ഡിക്ക് അത് പറയാൻ പറ്റിയില്ല. വിക്ക് ആസ് തലയിലാവുമെന്ന് വിചാരിച്ച് ആ പെണ്ണ് അവനെ തേച്ചൊട്ടിച്ചു. ഈ സംഭവത്തോടെ ക്രോസ് ബീഡ് ആകെ തകർന്നു. അപ്പോഴാണ് രാജമാത ശിവകാമിയുടെ 5 മിനിറ്റ് മോട്ടിവേഷൻ. ധീരന്മാരെ എന്താണ് മരണം എന്നൊക്കെ പറഞ്ഞ് ബാഹുബലിയുടെ ഡയലോഗ് അടിച്ച് തള്ളൻ ചെക്കനെ മോട്ടറാക്കുന്നു. അങ്ങനെ മാസ്റ്റർ പറഞ്ഞ പോലെ സിഗ്മാവാനായി തൂറ്റിക്കലിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. അവൻ ഒരുപാട് പരിശീലിച്ച ശേഷം തൂറ്റിക്കലിൽ എതിരാളികളെ വരെ തോൽപ്പിച്ചു. ഒടുവിൽ നാഷണൽ ചാമ്പ്യനായി. അതിനുശേഷം അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കാൻ അർജുൻ റെഡ്ഡി ലോസ് ആഞ്ചലസിലേക്ക് പോകുന്നു. അവിടെയും അണ്ണൻ തൂറ്റിക്കലോട് തൂറ്റിക്കൽ. അവിടെ അവൻ വീണ്ടും തേച്ച പെണ്ണിനെ കണ്ടുമുട്ടുന്നു. അതിന്റെ ഇടയിൽ ആ രണ്ടിന്റെയും വെറുപ്പിക്കൽ. അപ്പോഴാണ് ആ പെണ്ണിനെ ഒരു ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ടുപോയത്. അർജുൻ റെഡ്ഡിക്ക് അപ്പോൾ ഒരു സത്യം മനസ്സിലാവുന്നു. അവൾ അവനെ ഉപേക്ഷിച്ചു പോയതല്ല, അവന്റെ ഉള്ളിലെ സിംഹത്തെ പുറത്തെടുത്ത് അതിനെ കൊണ്ട് തന്നെ തൂറ്റിക്കൽ ജയിപ്പിക്കാനായിരുന്നു അവളുടെ ഉദ്ദേശം. ഇത് മനസ്സിലാക്കിയതോടെ ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ആരാധിച്ചിരുന്ന ലോക ചാമ്പ്യനായ മാർക്ക് ആൻഡേഴ്സണുമായി അടിയുണ്ടാക്കി. അവിടുത്തെ ആൻഡേഴ്സൺ ഇവിടുത്തെ മൈക്ക് ടൈസൺ. തന്തയുടെ ആഗ്രഹം പൂവണിയാനും അവന്റെ പെണ്ണിനെയും ഓർത്ത് അവൻ അടിയുണ്ടാക്കി. ഒടുവിൽ ഭീകരനായ ആൻഡേഴ്സനെ അടിച്ചു തൂറ്റി ജയിക്കുന്നു. എന്നിട്ട് അയാളുടെ കൂടെ ഒരു സെൽഫിയും എടുക്കുന്നു. ചത്തിട്ട് റീത്ത് വെക്കുക എന്ന് പറയില്ലേ, ഇതാണ് സംഭവം. എന്ത് വലിയ മനുഷ്യനായിരുന്നു. ഈ നാറികളെല്ലാം കൂടെ അയാളെ കോമഡി പീസാക്കി മാറ്റി. അവസാന പെണ്ണിന്റെ കൂടെ ഒരു ഐറ്റം ഡാൻസ് കളിച്ച് കാവടി തുള്ളി ഇന്ത്യയിലേക്ക് പോകുന്നു. പടം കാണുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇവനല്ല ക്രോസ് ബ്രീഡ്, ഈ പടമാണ് ക്രോസ് ബ്രീഡ്.